പെട്ടെന്ന് മരിക്കാനും നല്ലത്. എന്തിന് പ്രശ്നം എന്താ വേണ്ടത്? അപ്പോ ഈ രണ്ട് രാജ്യത്വത്തിനെ കുറിച്ച് കാണാം. ഒന്ന് ഒരു ഭൗതികത ജടികത നിറഞ്ഞൊരു രാജ്യം. ഈ ദാവീദും അല്ലെങ്കിൽ ആ രാജാക്കന്മാരുണ്ടാകാനായിട്ട് കർത്താവ് ആഗ്രഹിച്ചിരുന്നതല്ല. ഇസ്രായേൽ ജനം ശമൂവേൽ പ്രവാചകരുടെ അടുത്ത് വന്ന് പറയുകയാണ്, നിങ്ങൾക്ക് ഈ ദൃശ്യമായ ഒരു രാജാവിനെ. അപ്പോഴേ പറഞ്ഞു, നിങ്ങൾക്ക് രാജാവിനെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ദശാംശം കൊടുക്കേണ്ടി വരും, നിങ്ങളുടെ ആളുകളുടെ സേവനം നടത്തേണ്ടി വരും, നിങ്ങൾ ഇതൊക്കെ ചെയ്യേണ്ടി വരും, നിങ്ങളൊക്കെ രാജാവിന്റെ അടിമ പോലെയാകും, നിങ്ങൾ അങ്ങനെ. അതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾക്ക് എന്നാലും രാജാവിനെ. എന്നാൽ ശരി, കർത്താവിനെ പോയി സാമുവേൽ പറഞ്ഞു, ഇവരിങ്ങനെ പറയണം, എന്ത് ചെയ്യും? നീയാണ് യഥാർത്ഥ രാജാവ്, കർത്താവായ രാജാവ് മതിയല്ലോ. അവർക്ക് അത് പോരാ, കർത്താവായ രാജാവ് പോരാ, അവർക്ക് ദൃശ്യമായ വേറൊരു രാജാവ്. എന്നാൽ ശരി, അവർ പറയണമായിട്ട് നീ പോയിട്ട് പിന്നാലെ രാജാവാണ്. അങ്ങനെയാണ് ദൈവം അഭിഷേകം ചെയ്തവരാണ് രാജാവ്. അങ്ങനെ കാലക്രമേണ ആ രാജ്യത്വം അവസാനിപ്പിച്ചുകൊണ്ട് ഇതാ യൂദന്മാരുടെ രാജാവായ യേശു. അതുകൊണ്ടാണ് യേശു വരുന്ന കാലത്ത് തന്നെ ഇവരുടെ എല്ലാം വിചാരം വേറെ ഒരു രാജ്യം വരാൻ പോവുകയാണ്, ഒരു പൊളിറ്റിക്കൽ രാജ്യം വരാൻ പോവുകയാണെന്നാണ് ഇവരൊക്കെ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഈ റോമാ രാജാക്കന്മാരുടെ റോമാ ഗവൺമെന്റിന്റെ ചുങ്കക്കൊടുക്കൽ ഇതൊക്കെ അവസാനിച്ച് നമുക്ക് സ്വന്തമായിട്ടൊരു രാജാവുണ്ടാകാൻ പോകും. പക്ഷെ അവരപ്പോഴും വിചാരിച്ചില്ല ഇത് യാക്കോബിനെ പോലെയുള്ള ഒരു രാജ്യമാണ്, ഏസാവിന്റെ കുതികാൻ പിടിക്കുന്ന രാജ്യമാണ്. മനസ്സിലാവുന്നുണ്ടല്ലേ? മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ? അപ്പൊ ഇനി നമുക്ക് പോവാം, വഴി ആ പാറയിലേക്ക് പോവാം. അപ്പൊ ആ പാറയിൽ എന്താ ഉണ്ടായത്? അബ്രാഹത്തിനോട് കർത്താവ് പറയുകയാണ്, നിനക്ക് ഇസ്മായിലല്ല, ഇസ്മായിലിലൂടെ അല്ല എന്റെ രാജ്യം ഉണ്ടാകാൻ പോകുന്നത്. ഇസ്മായില് നിന്റെയും ഹഗ്ഗാർ എന്ന ഒരു അടിമപ്പെട്ടിലുണ്ടായ ജഡത്തിന്റെ പുത്രനാണെങ്കിൽ ഞാൻ രാജ്യം സ്ഥാപിക്കാൻ പോകുന്നത് എന്റെ വാഗ്ദാനത്തിന്റെ പുത്രനായ ഇസ്ഹാക്കിലൂടെ ആയിരിക്കും. നിന്റെ ഭാര്യയിൽ നിന്ന് തന്നെ എന്റെ ഭാര്യയിൽ നിന്നോ ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ എന്താ ഭാര്യയുടെ അവസ്ഥ? ഭാര്യ വയസ്സായി. അതാണ് അവിടെ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം. അങ്ങനെ ഉണ്ടാകുമെന്ന് വിശ്വസിച്ചിട്ടും ഉണ്ടാകുന്നില്ല. കൃത്യമായിട്ട് എല്ലാം ഉണ്ടാകുമെന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ ഭാര്യയ്ക്ക് വയസ്സായി എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്കുണ്ടാകുന്ന ആ മെനസ്ട്രേഷൻ പീരീഡ് അവസാനിച്ചു. അവൾ മെനോപ്പസിലേക്കായി. ഇനി കൊച്ചുണ്ടാവുന്ന കാര്യം ചിന്തിക്കാനേ പറ്റില്ല. ഒരു സ്ത്രീക്ക് ആർത്തവ മെനസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്നിടത്തോളം കാലം അവൾക്ക് ഒരു ഹോപ്പുണ്ട്, ഒരു പ്രത്യാശയുണ്ട്, ഇനിയും ഉണ്ടാവാം. പക്ഷെ ആ ആർത്തവ ദശ കഴിഞ്ഞു കഴിഞ്ഞാലും നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ട് സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ഉള്ള ആ കുഞ്ഞുണ്ടാവാൻ സാധ്യമല്ല. കർത്താവ് അത് നോക്കിയിരിക്കുകയായിരുന്നു, ഇവരുടെ ആർത്തവം അവസാനിക്കട്ടെ. കാരണം ഈ ആർത്തവ ദശയുടെ ഉള്ളിൽ ഇവർക്ക് കുഞ്ഞുണ്ടാകുമായിരുന്നെങ്കിൽ അതിന് ദൈവത്തിന്റെ ഇടപെടൽ വരുന്നുണ്ടോ? സാധാരണ സ്ത്രീ പുരുഷൻ തമ്മിലുള്ള ബന്ധത്തിൽ കുഞ്ഞുണ്ടായില്ലേ പറയുള്ളൂ. കർത്താവ് നോക്കിയിരിക്കുക, അവളുടെ ഒന്നുകൂടി വയസ്സാകട്ടെ, അവളുടെ ആർത്തവദശ അവസാനിക്കട്ടെ, അവളുടെ ഗർഭം ഉണങ്ങട്ടെ. അതാണ് അവളുടെ ഗർഭം ഉണങ്ങി എന്ന് പറയും. അപ്പോൾ കർത്താവ് വന്നിട്ട് പറയാണ്, ഇനി കൃത്യമായി അടുത്ത വർഷം വസന്തത്തിൽ ഞാൻ ഇതിലെ വരുമ്പോൾ നിനക്ക് കുഞ്ഞുണ്ടാകും. അബ്രഹാം അത് വിശ്വസിച്ചു. അതാണ് നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഗർഭം. ആരുടെ ഗർഭമാണത്? സാറായുടെ ഗർഭം. സാറായുടെ
അതാണ് വിശ്വാസത്തിന്റെ പൈതൃകം. അവരത് വിശ്വസിച്ചതിലൂടെ ഇതാ വയസ്സുകാലത്ത് പുത്രനുണ്ടാകാൻ, കുഞ്ഞുങ്ങളുണ്ടാകാൻ യാതൊരു സാധ്യതയില്ലാതിരിക്കെ വിശ്വാസത്തിലൂടെ അവർക്ക് കുഞ്ഞുണ്ടായി. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയുണ്ടായി? വിശ്വാസം. ഇത് അവരുടെ പ്രവൃത്തിയുടെ ഫലമാണോ? അവരുടെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണോ കുഞ്ഞുണ്ടായത്? അവരുടെ മാനുഷികമായ ആ ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ള പ്രവൃത്തിയുടെ ഫലമായിട്ടല്ല. അതാണ് റോമർ അധ്യായം 4, റോമക്കാരുടെ ലേഖനം അധ്യായം 4 ആദ്യം 18 വായിക്കാൻ തോന്നുന്നു. 18 നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കുമെന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. 100 വയസ്സായ തന്റെ ശരീരം മൃതപ്രായമായിരിക്കുമെന്നും സാറയുടെ ഉദരം മധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ വിശ്വസിച്ചു. അവന്റെ വിശ്വാസം ദുർബലമായി. അതാണ് പാറ. നിന്നെ വെട്ടിയെടുത്ത പാറയിലേക്കും നിന്നെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് നോക്കുകയും വിശ്വാസമില്ലാത്തവരെ പോലെ ദൈവത്തിന്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. നമ്മൾക്ക് ഇന്ന് ഇത്രയും വിശ്വസിച്ചാൽ മതി. ഇതാണ് എൻ്റെ വിശ്വാസത്തിന്റെ പൈതൃകം. ഞാനും ആ അബ്രാഹത്തിന്റെ മകനാണ്. എനിക്കുള്ള വിശ്വാസം അത്തരത്തിലുള്ള വിശ്വാസമാണെന്ന് വിശ്വസിക്കണം. ഇനി ഇതിനേക്കാൾ ശ്രേഷ്ഠമായി മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പരിശ്രമിച്ച് നോക്കാം. പിന്നീട് നമ്മൾ വീണ്ടും പറയും. ഇപ്പൊ ഈ 4-ാം അധ്യായത്തിൽ തന്നെ 4-ാമത്തെ വചനത്തിൽ പറയുന്നത് 4, 5, 6 വചനം എന്നെല്ലാവരും എടുത്ത് വായിച്ചത് 4. ജോലി ചെയ്യുന്നവനെ അവന്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല, അവകാശമായിട്ടാണ്. പ്രവൃത്തികൾ കൂടാതെ തന്നെ, എല്ലാവരും വെച്ച് പറഞ്ഞുകൊണ്ട്, പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവന് വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. എല്ലാവരും പറഞ്ഞേ, പറഞ്ഞേ, പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവന് വിശ്വസിക്കുന്നവന്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു. പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന ദൈവം പരിഗണിക്കുന്നവന്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നുണ്ട്. ഇതാണ് വിശ്വാസത്തിന്റെ മഹാരഹസ്യം. ജോലി ചെയ്യുന്നവരെ കൂലി കിട്ടുന്നത് ദാനമായിട്ടല്ല, അതവന്റെ അവകാശമാണ്. എന്നാൽ അബ്രാഹത്തിന് വിശ്വാസം ലഭിച്ചത് ദാനമായിട്ടാണ്. ആ വിശ്വാസത്തിൽ അബ്രാഹം വിശ്വസിച്ചു, എന്റെ സകല പാപങ്ങളും ദൈവം നീതീകരിക്കും എന്ന് വിശ്വസിച്ചു. ഞാൻ പാപിയാണ്, പക്ഷെ എന്റെ പാപത്തെ ദൈവം നീതീകരിക്കും എന്ന് അബ്രാഹം വിശ്വസിച്ചു. ആ വിശ്വാസം നീതിയെ, ആ വിശ്വാസത്തിലൂടെയുള്ള ഒരു നീതീകരണത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എവിടേക്ക് നമ്മൾ പിന്നീട് തിരിഞ്ഞു പോകും. ഇപ്പൊ അതിന്റെ ഒരു തുടക്കം ഞാൻ ഇങ്ങനെ കുറിച്ച് വരുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് മനസ്സിലാക്കാൻ. അതെങ്ങനെ കുറ്റം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടട്ടെ. പെട്ടെന്ന് അതിനെ വേറെ തരത്തിലൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇത് അമ്മമാരോടാണ്. എത്ര പേരുടെ ഇവിടെ അമ്മമാരൊന്ന് കൈകൊട്ടി. അമ്മ എന്ന് പറഞ്ഞാൽ മക്കളുള്ള അമ്മ, കന്യാസ്ത്രീ അമ്മയല്ല, മക്കളുള്ള കൈവച്ച് കഴിച്ചു. വെരി ഗുഡ്.
അപ്പന്മാരോടല്ലോ പിന്നീട് ചോദിക്കാം. അമ്മമാരെ, നിങ്ങളുടെ മകൻ ഒരു 15-20 വയസ്സായ ഒരു മകനാണെന്ന് വിചാരിച്ചു. അവൻ സാധാരണഗതിയിൽ കുഴപ്പക്കാരനൊന്നും അല്ലെങ്കിലും അവൻ ഒരു നിർമ്മാണിത്തരം ചെയ്തു, ഒരു വലിയ കുറ്റം ചെയ്തു. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൻ ജയിലിൽ കിടക്കുകയാണ്. അവനെ അവൻ ശിക്ഷിക്കാൻ പോവുകയാണ്. മനസ്സിലായോ? ശരിക്കൊന്ന് മനസ്സിൽ കണ്ട് നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കണം. അവനെ ശിക്ഷ കിട്ടാനുള്ള എല്ലാ സാധ്യതയും അവനെ ശിക്ഷിക്കും. എന്താ നിങ്ങളുടെ ആഗ്രഹം? ഇപ്പോ എന്താ നിങ്ങളുടെ പ്രതികരണം? പറയും. അമ്മമാരെന്ന് പറഞ്ഞ് അവനെ ശിക്ഷിക്കരുത്. ഇത് ന്യായമാണ്. അവൻ കുറ്റം ചെയ്തെങ്കിൽ ശിക്ഷിക്കട്ടെ. അമ്മമാര് പറയുകയാണ്, അയ്യോ അവനെ ശിക്ഷിക്കല്ലേ, അവനെ പുറത്തു കൊണ്ടുപോവാ, നിങ്ങൾ പോയി അവനെ ജാമ്യത്തിൽ എന്ത് വഴികൾ ചെയ്ത് എന്റെ താലിമാല പിടിച്ചു കൊണ്ടുപോയി കൊടുക്കുകയെങ്കിലും മോചനത്തിലേക്ക് കൊടുത്തവരെ പിടിച്ചുകൊണ്ടുപോവാ. ഇതല്ലേ പറയുള്ളൂ. ഇതാണ് ദൈവത്തിന്റെ നീതി. ഇതാണ് ദൈവത്തിന്റെ നീതി. ദൈവം വാസ്തവത്തിൽ ഒരമ്മയാണ്. അപ്പന്മാരോട് ചോദിക്കട്ടെ, എന്താ അപ്പന്മാര് പറയുന്നത്? പറയും. എന്ത് ചെയ്യണം? അവനെ ശിക്ഷിക്കാണ്ട് കൊണ്ടുവരണോ, അതോ അവൻ കുറച്ചു ദിവസം അവിടെ കിടന്ന് തിരിശിക്ഷയൊക്കെ അനുഭവിക്കണോ? അവര് പറയുമ്പോ നീതിയല്ലേ, അവൻ തെറ്റ് ചെയ്തെങ്കിൽ അവനോട് അനുഭവിക്കണം, അല്ലെങ്കിൽ അവനെ വീണ്ടും ചെയ്യും. ഇങ്ങനെയൊക്കെ പല കാരണം വ്യത്യാസം അവനോട്. ഇതാ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് ഭിന്നതയിലാണ്. ഞാൻ വന്നിരിക്കുന്നത് ഭിന്നതയുണ്ടാക്കാനാണ്. മകൻ ജയിലിൽ കിടക്കുകയാണ്. ഇതാ അപ്പനും അമ്മയും ഭിന്നത. അപ്പം പറയുന്ന അവൻ അവിടെ വിശ്വസിക്കാനല്ലേ, ഏതായാലും ചപ്പാത്തി കാര്യമൊക്കെ അവിടെ കിട്ടും. പക്ഷെ അമ്മ പറയണം, ഇതാണ് നീതി എന്ന് പറയുന്നത്. ഇത് ദൈവത്തിന്റെ നീതി, അത് യഹൂദരുടെ നീതി. മനസ്സിലായില്ലേ? ഇനി അത് നമ്മൾ എങ്ങനെയാണ് നീതീകരിക്കുന്നത്? അതെങ്ങനെ നിങ്ങൾ പറയുന്നത്? അവൻ കുറ്റം ചെയ്തെങ്കിൽ അവരെങ്ങനെ വെറുതെ വിടുന്നത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഇനി നമ്മൾ വചനത്തിലൂടെ അതിനെ സ്ഥാപിക്കണം. അതാണ് ഇനി നമ്മൾ പഠിക്കുന്നത്. ഇത്രയുണ്ടായിരുന്നു യഹൂദനും കർത്താവിനോട് തർക്കം. നിയമം വന്നിരിക്കുന്നത് ശിക്ഷിക്കാൻ വേണ്ടി അല്ല. വാസ്തവത്തിൽ നിയമം കൊണ്ടുവന്നത് തിന്മ എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, പാപം എന്തെന്ന് ബോധമുണ്ടാകാൻ വേണ്ടിയാണ്, ശിക്ഷിക്കാൻ വേണ്ടിയല്ല. അതാണ് മനുഷ്യന്റെ അർത്ഥം എന്ന് പറയുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, അല്ലെങ്കിൽ മനുഷ്യന് പാപമുണ്ടായത് അവന്റെ ആദി ഉത്ഭവമാപം മൂലമാണ്. ആ ഉത്ഭവമാപം ഒഴിവാക്കാൻ ദൈവത്തിന് പറ്റുമായിരുന്നു. ഒഴിവാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഒഴിവാക്കി. നമ്മൾ കരിക്കുറി പെരുന്നാളിൽ വിഭൂതി ബുധനാഴ്ച എന്താ സംഭവിച്ചത്? നമ്മുടെ തലയിൽ ആരംഭിച്ചു. പക്ഷെ എന്താ അവർ പറഞ്ഞത്? മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ തിരിയും. എന്താ അതിന്റെ അർത്ഥം? നിന്നെ സൃഷ്ടിച്ച മണ്ണിന്റെ സ്വഭാവം നിനക്കുണ്ട്, അതിപ്പോഴും ഉണ്ട് കുറച്ചൊക്കെ. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചതെന്നുള്ളതാണ്
മനുഷ്യരിൽ മണ്ണും വിണ്ണും ഒന്നിച്ചിരിക്കുന്നു. വിണ്ണിന്, ദൈവത്തിന്, സ്വർഗത്തിന് ഈ പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈ വിണ്ണിൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ആരിൽ കൊടുത്താൽ മതി? ഈ മനുഷ്യരിൽ കൊടുത്താൽ മതി. താനെ അത് വിണ്ണിൽ മുഴുവനും മണ്ണിൽ മുഴുവനും പരമോ. നീ മണ്ണിന്റെ പ്രകാശമാണ്. നീ ഈ മണ്ണിന്റെ